സോ ഗായ്സ്, നമ്മളിപ്പോൾ ഉച്ചയ്ക്ക് നട്ട ഉച്ച വെയിലത്ത് നമ്മുടെ വഴിയിൽ നിൽക്കുന്നത് വേറെ ഒന്നിനു വേണ്ടിയിട്ടല്ല, ഒരാൾ വരും. അപ്പോൾ ആ ഒരു വ്യക്തിയെ കാണാൻ വേണ്ടിയിട്ടാണ്. അയാളെ കാണുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ബിക്കോസ് നമുക്ക് അയാളെ കാണുമ്പോൾ ഒരു നൊസ്റ്റാൾജി ഒക്കെ തോന്നും ഗൈസ്. സോ ആളിതിട്ട് വന്നിട്ടില്ല, ആളതൊക്കെ നമ്മൾ നിൽക്കുകയാണ്. അയാൾക്ക് വേണ്ടി താഴേക്ക് ഓടി പോവുകയാണ്. ഐ ആം സോ എക്സൈറ്റഡ് ബിക്കോസ് കുറേ നാൾക്ക് ശേഷമാണ് നമ്മൾ അയാളിവിടെ കാണുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, സിനിമേനെ കാണാൻ പോലും എനിക്ക് പറ്റുന്നില്ല. ടണ്ടടേങ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആള്. അങ്ങനെ നമ്മുടെ ഐസും വെണ്ണി ചേട്ടൻ വന്നിരിക്കുകയാണ്. സത്യം പറയല്ലോ, വളരെ കുറേ നാളുകൾക്ക് ശേഷത്തിനാണ് ചേട്ടൻ ഇവിടെ വരുന്നത്. എൻ്റെ അമ്മയൊക്കെ പണ്ട് ചേട്ടൻ എന്ന് വരും ഓടിച്ചുവിടായിരുന്നു, ഇങ്ങനെ വന്നിട്ടുണ്ട് വീട്ടിലെ പൈസയൊക്കെ തീരുമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഈ ചേട്ടനും അതിനുശേഷം കുറേ നാൾക്ക് ശേഷം വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഈ ചേട്ടൻ വീണ്ടും വന്നു. പക്ഷേ ഈ ചേട്ടൻ അല്ലായിരുന്നു കേട്ടോ, പണ്ട് വേറൊരു ചേട്ടനായിരുന്നു. എനിവേ, നമുക്ക് നമ്മുടെ ഐസ് കിട്ടി, ഭയങ്കര സന്തോഷമാണ്. പക്ഷേ ആക്ച്വലി ഇതിൻ്റെ ഫ്ലേവേഴ്സൊക്കെ തീരാനായിരുന്നു. നമ്മൾ മാത്രമല്ല, എല്ലാവരും തന്നെ പൈസയൊക്കെ എടുത്ത് വന്നിട്ടുണ്ടായിരുന്നു ഐസ് മേടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ഐസ് മേടിച്ചു. അങ്ങനെ വളരെ നാൾക്ക് ശേഷമാണ് ഈ ചേട്ടൻ ഇവിടെ വന്നത്. എൻ്റെ അപ്പോൾ പണ്ട് നമ്മളെന്നിങ്ങനെ സാധനം മേടിക്കുമ്പോഴേ ഒരു ഓടിച്ചുവിടുമായിരുന്നു ഗൈസ്. പക്ഷേ ഇന്ന് ഓടിച്ചുവിടാനൊന്നും പറ്റിയില്ല. ഞാൻ ഇന്ന് ചാടി ഇറങ്ങി വേണ്ടി നമ്മൾ 2 പേർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 6 ഐസ് മേടിച്ചേക്കുന്നത്. ഈ പാലൈസിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നിനും കിട്ടത്തില്ല ഗൈസ്. നമ്മളിങ്ങനെ പയ്യെ നടന്നിട്ടുണ്ടെങ്കിൽ സാധനം വേഗം ഉരുകി പോകും. സോ നമ്മൾ വേഗം വീട്ടിലേക്ക് ഓടുകയാണ് ഗൈസ്. ബിക്കോസ് നമ്മളിപ്പോൾ വന്നാൽ നന്നായി, അല്ലെങ്കിൽ ഇപ്പോൾ സാധനം തീർന്നു പോകാനാണ് ഗൈസ്. എന്നിട്ട് ബാക്കി കാണാം. അങ്ങനെ നമ്മുടെ ഐസ് ഇതാട്ടോ. പണ്ടത്തെ അത്ര വലിപ്പവും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നമ്മൾ ഐസ് കഴിച്ചു. പാലൈസിലാണെങ്കിലും പാലിൻ്റെ വലിയ ടേസ്റ്റൊന്നും ഇല്ല. പക്ഷെ വേണ്ട ഒരു സേമിയ ഐസ് ഉണ്ടായിരുന്നു, അതൊക്കെ മിസ് ചെയ്യുന്നു. എമ്മയാണ്, പക്ഷെ പണ്ടത്തെ അത്ര ടേസ്റ്റ് ഒന്നുമില്ല കേട്ടോ. പക്ഷേ എനിവേ ഇത് കഴിച്ചപ്പോൾ ഒരു പ്രത്യേക ഗൈസ്. അപ്പോൾ നമ്മളിത് അടുത്ത ഫ്ലേവർ എടുത്തിട്ടുണ്ട്. ഈ ഫ്ലേവർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പൈനാപ്പിളാണ് ഉദ്ദേശിച്ചത്, പക്ഷേ അമ്മ എൻ്റെ പൈനാപ്പിൾ കട്ടെടുത്തു. അതെനിക്ക് മാംഗോയാണ് കിട്ടിയത് ഗൈസ്. അപ്പോൾ അത് പണ്ടത്തെ പോലെ ഒന്നുമല്ല, പണ്ട് നല്ല ക്രീമി ആയിരുന്നു. അതൊക്കെ മാറി. എസൻസാണ് മെയിനായിട്ട് നിൽക്കുന്നത്. ബട്ട് എന്തൊക്കെ പറഞ്ഞാലും വണ്ടിയിൽ ഇങ്ങനെ വരുമ്പോൾ മേടിച്ച് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമല്ലേ ഗൈസ്. ഷുഗറുള്ള മമ്മിയാണ് അടിച്ച് കയറ്റുന്നത്. മധുരം ഉണ്ട്. എനിവേ, കുറേ നാൾ കൂടിയിട്ട് ഐസ്ക്രീം എല്ലാം കഴിച്ചപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടോ. കാരണം ഇതൊക്കെ ഭയങ്കര നൊസ്റ്റാൾജി നിറയുന്ന കാര്യമാണല്ലോ. അപ്പം നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫ്ലേവർ ഏതാണെന്നും ഐസ് ഏതാണെന്ന് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ബൈ.